ശ്രീഗണേശായ നമ. ഓം ശ്രീഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. ഇന്ന് 5ഉം 6ഉം ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ വരെ ചൊല്ലിയിട്ട് നമുക്ക് എടുക്കാം. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. 5ാമത്തെ ശ്ലോകം. 6ാമത്തെ ഇതൊന്നിച്ചാണ്, അതിൻ്റെ അർത്ഥം ഒന്നിച്ചതുകൊണ്ട്. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. അപ്പോൾ ഇവിടെ അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദാ ഏകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമഃ തസ്മൈ നമസ്തസ്മൈ. നമഃ തസ്മൈ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഇതാണ് ഇവിടെ അവികാരായ, വികാരമില്ലാത്തവനെയാണ് അവികാരൻ എന്ന് പറയുന്നത്. വികാരത്തിൻ്റെ ഓപ്പോസിറ്റ് അവികാരം. അപ്പം അവികാരായ, വികാരമൊന്നുമില്ലാത്തവനും ശുദ്ധായ, ശുദ്ധൻ എന്ന് പറഞ്ഞാൽ നിർമ്മലൻ, നിർമ്മലനും നിത്യായ, നിത്യായ എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളവൻ, ശാശ്വതൻ, ശാശ്വതനായവനും പരമാത്മനെ, പരമാത്മാവും സദാ ഏകരൂപരൂപായ, സദൈകരൂപരൂപായ, എല്ലാ കാലത്തും ഒരേ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും വിഷ്ണവേ സർവജിഷ്ണവേ, സർവവ്യാപി. വിഷ്ണു എന്ന പദത്തിൻ്റെ അർത്ഥം സർവവ്യാപിയായവൻ, സർവവ്യാപിയും എല്ലാറ്റിനെയും ജയിക്കുന്നവൻ, സർവവിജയി, എല്ലാറ്റിനെയും ജയിക്കുന്നവനും. പിന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് യസ്യ സ്മരണമാത്രേണ, സ്മരണമാത്രയിൽ തന്നെ ഭക്തന്മാരെ ജനന മരണാദി ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനും നമസ്തസ്മൈ, സർവവ്യാപിയും സർവജിഷ്ണവ, എല്ലാറ്റിനെയും ജയിക്കുന്നവനും. ജിഷ്ണു എന്ന് പറഞ്ഞാൽ ജയിക്കുന്നവൻ, സർവജിഷ്ണവേ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ജയിക്കുന്നവനും. അടുത്ത ശ്ലോകത്തിൽ യസ്യ സ്മരണ മാത്രമാണ്, അവനെ ആരാണോ സ്മരിക്കുന്നത് ആ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ ഭക്തന്മാരെ ജനന മരണാദി ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനും. സ്മരിച്ചാൽ മാത്രം മതി, ആ സ്മരിക്കുമ്പോഴേ ഭക്തന്മാരെ രക്ഷിക്കുന്നവനും ആയ മഹാവിഷ്ണുവിനെ, വിഷ്ണു ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന്. ഭഗവാന് ജനനവും മരണവും ഒന്നുമില്ല. അപ്പം കാലത്തിൻ്റെ യാതൊരിതും ഭഗവാനെ ബാധിക്കുന്നില്ല. എന്തെന്നാൽ ഭൂതഭവ്യഭവത് പ്രഭുവായ ഭഗവാനെ കാലം ബാധിക്കുന്നേയില്ല എന്നർത്ഥം. അതിനാൽ അവികാരനായി അച്യുതബാലനായിരിക്കുന്ന ഭഗവാൻ അവതാരങ്ങൾ എടുക്കുകയും
ധർമ്മസ്ഥാപനത്തിനു വേണ്ടി പല പ്രവൃത്തികൾ ചെയ്യുകയും സാധാരണമാണ്. മനുഷ്യരെ പോലെ പെരുമാറുകയും ചെയ്താലും അദ്ദേഹത്തെ ഒന്നും ബാധിക്കുകയില്ല. എപ്പോഴും പവിത്രനാണ്. ഭൂതാത്മാ എന്ന 10-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം ആഭ്യന്തര ശത്രുക്കളായ അകത്തും പുറത്തുമുള്ള ശത്രുക്കൾ അല്ലേ? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങളാണ് അകത്തുള്ള നമ്മളുടെയൊക്കെ ശത്രുക്കൾ. ആ ശത്രുക്കളാദികളിലോ ബാഹ്യശത്രുക്കളായ അസുരന്മാരാലോ, അസുരന്മാരെന്ന് പറഞ്ഞാൽ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവരെല്ലാം അസുരന്മാരാണ്, ഒരിക്കലും പരാജിതനല്ലാത്തതിനാൽ സർവവിജയി എന്ന് ഭഗവാന് പേര്. ആ ഭഗവാൻ സർവവ്യാപിയാണെന്നത് ഉപനിഷത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സർവവ്യാപിയായ ഭഗവാന് ഏകോ ദേവ സർവഭൂതേഷു ഗൂഢനായി ആ ഏകദേവൻ സർവഭൂതങ്ങളിലും ഏകനായിരിക്കുന്ന എങ്ങനെ? സർവവ്യാപി സർവഭൂതാന്തരാത്മ. എല്ലാ ഭൂതങ്ങളിലും എല്ലാ ജീവങ്ങളിലും സകല പ്രാണികളിലും ഗൂഢമായി യാതൊരു ദേവനുണ്ടോ അദ്ദേഹം സർവവ്യാപിയും എല്ലാ ജീവികളുടെയും അന്തരാത്മാവുമാകുന്നു എന്ന്. അടുത്തതിൽ പറയുന്നു, മധുസൂദനെ ഏകാഗ്രചിത്തരായി സ്മരിച്ചാൽ അവർ ഈ ജന്മവും മുജ്ജന്മത്തും ചെയ്ത എല്ലാ പാപങ്ങളും അകന്നു പോകും. അവൻ ജന്മവും മൃത്യുവും ജരയുമാകുന്ന മുതലകൾ നിറഞ്ഞ സംസാര സാഗരത്തെ തരണം ചെയ്യും. ഇതൊക്കെ ഈ മരണം, ജനനം എന്നൊക്കെ പറയുന്നത്, വ്യാധികളെന്നൊക്കെ പറയുന്നത് മുതലകളെ പോലെ. ആ മുതലകൾ നിറഞ്ഞ സംസാര സാഗരത്തെ തരണം ചെയ്യും. ഈ ലോകത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ വേണ്ടി മധുസൂദനനെ ഏകാഗ്രമായി സ്മരിച്ചാൽ മതി എന്നർത്ഥം. ഏവം ഏകാഗ്രചിത്തസന് സംസ്മരൻ മധുസൂദനം ജന്മമൃത്യുജരാഗ്രാഹം സംസാരാബ്ധീം തരിഷ്യതി എന്ന ശ്ലോകം. പിന്നെ ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന്. ആ ഓം എന്നുള്ളത് പ്രണവമന്ത്രമാണ്. അപ്പോൾ പ്രണവസ്വരൂപിയാണ് ഭഗവാൻ. ആ പ്രണവസ്വരൂപിയായ വിഷ്ണുവേ നമ. വിഷ്ണുവേ നമ എന്ന് പറഞ്ഞാൽ ആ വിഷ്ണുവിന് നമസ്കാരം. പിന്നെ പ്രഭവിഷ്ണവേ വീണ്ടും നമസ്കാരം എന്ന് പറഞ്ഞാൽ ഈ 6 ഈ പ്രണവസ്വരൂപിയായ വിഷ്ണുവിന് വീണ്ടും നമസ്കാരം. നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ വീണ്ടും നമസ്കാരം എന്നർത്ഥം. ഈ 6 ശ്ലോകങ്ങൾ മഹാഭാരതത്തിലുള്ളതല്ല. ഇത് സമ്പ്രദായപ്രകാരം ആരോ ചേർത്തിരിക്കുന്നതാണ്. അതുപോലെ കവചവും ചേർത്തിട്ടുണ്ട്. ഇവിടെ ഇതും കൂടി പറഞ്ഞിട്ട് ഇത് ചെയ്യാം. വൈശമ്പായന മഹർഷി ജനമേജയ മഹാരാജാവിനെ യാഗമണ്ഡപത്തിൽ വെച്ച് വായിച്ച് കേൾപ്പിച്ചതാണ് വിഷ്ണു സഹസ്രനാമം. ആദ്യം പ്രചാരത്തിൽ അങ്ങനെയാണ് വന്നത്. അപ്പോൾ മഹാഭാരതത്തിൽ അനുശാസന പർവ്വത്തിൽ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളോട്, 149-ാമത്തെ അധ്യായമാണ് വിഷ്ണു സഹസ്രനാമം. അനുശാസനം എന്നത് മഹാന്മാരായ പൂർവികർ അനുഷ്ഠിച്ച ജീവിതചര്യ എന്നാണ് അർത്ഥം. അപ്പോൾ ജീവിതത്തിൽ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ വിഷ്ണു സഹസ്രനാമം സഹായിക്കുമെന്നർത്ഥം. ധർമ്മപുത്രർക്ക് ഭീഷ്മ ആചാര്യൻ രാജധർമ്മം, ആപദ്ധർമ്മം, ഭഗവത്ധർമ്മം, മോക്ഷധർമ്മം, വർണ്ണാശ്രമധർമ്മം, ദാനധർമ്മം, അഭ്യുദയധർമ്മം, നിശ്രേയസധർമ്മം എന്നിവയെല്ലാം ഉപദേശിച്ചുവെങ്കിലും ഇവയെല്ലാം സാധാരണക്കാരൻ അനുഷ്ഠിക്കാൻ ക്ലേശമായതുകൊണ്ട് ആധ്യാത്മിക ഉന്നമനത്തിന് എളുപ്പമായ മാർഗം ആണ് താഴെ വരുന്ന 6 ചോദ്യങ്ങളിലൂടെ ഈ വൈശമ്പായനൻ ജനമേജയനോട് പറയുന്ന താഴെയുള്ള ശ്ലോകങ്ങൾ. അതാണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. 6 ശ്ലോകങ്ങൾ, 6 ചോദ്യം ചോദിക്കും, 6 ചോദ്യത്തിനും ഉത്തരവും പറയും ഭീഷ്മാചാര്യർ. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഇതിൻ്റെ
ആകെ ആ 3 ശ്ലോകങ്ങളുടെ ഒരു സാരാംശവും ആ ശ്ലോകവും ഒന്നുകൂടി സ്മരിക്കാം. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഇവിടെ വികാരങ്ങൾ, ഉത്ഭവം, വളർച്ച, മരണം മുതലായ മാറ്റങ്ങളൊന്നുമില്ലാത്തവനും ശുദ്ധനും എന്നുമുള്ളവനും പരമാത്മാവും എന്നും ഒരുപോലെ ഇരിക്കുന്നവനും സർവവ്യാപിയും സർവവിജയിയും ചിന്തിക്കുമ്പോൾ തന്നെ ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനും പ്രഭുവുമായി വിരാജിക്കുന്ന വിഷ്ണു ഭഗവാന് നമസ്കാരം. ഇനി നമസ്സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. സകല ഭൂതങ്ങളുടെയും ആദികാരണമായവനും ഭൂമിയുടെ നാഥനും സർവചരാചര രൂപിയും പ്രഭുവുമായ വിഷ്ണുവിന് നമസ്കാരം. പിന്നെ ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന് ഓങ്കാരരൂപിയായി പ്രഭുവായിരിക്കുന്ന വിഷ്ണു ഭഗവാന് നമസ്കാരം എന്നർത്ഥം. അപ്പോൾ ഇവിടം വരെ മതി. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നമേ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം.